അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമാണ്. ഈ ദിനത്തിൽ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, മുൻകഴിഞ്ഞ മഹത്തുക്കളായിരിക്കുന്ന ആളുകൾ അധ്യാപനത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലം മിൻഹും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആരാണ്? നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു ദൂതനാണ്. എന്താണ് ആ ദൂതൻ്റെ ഡ്യൂട്ടി? യത്സുലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് യഥാർത്ഥ ഒരു അധ്യാപകന്റെ ഡ്യൂട്ടി. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കും. വയുസക്കീഹിം, അവരെ ആത്മസംസ്കരണം നടത്തും. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും തത്വജ്ഞാനവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഇത്തരത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഒരു അധ്യാപകൻ ഉണ്ടാകേണ്ടതായിരിക്കുന്ന മുഴുവൻ അടയാളങ്ങളും നന്മയും ഇതിൽ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് തത്വജ്ഞാനവും മറ്റു കാര്യങ്ങളുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം അവരെ ആത്മസംസ്കരണം നടത്താനും ഗുരുക്കന്മാർക്ക് കഴിയണം. ഗുരു എന്ന പദത്തിൻ്റെ മലയാള പദത്തിൻ്റെ അർത്ഥം എന്താ? അന്ധകാരത്തെ നീക്കുന്നവൻ. അപ്പോൾ ഗുരുവിൻ്റെ മുന്നിൽ വിദ്യ നുകരാൻ വരുന്ന വിദ്യാർത്ഥികൾ, അത് ഏതു മതസ്ഥരായാലും കറുത്തവനായും വെളുത്തവനായാലും ആരായാലും ശരി, ഈ ഗുരുവിൻ്റെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കണം? ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് നന്മ ഇട്ടുകൊടുക്കുക, ആ കുഞ്ഞിന് വെളിച്ചം നൽകുക, സ്വയം പ്രകാശിക്കുകയും ആ പ്രകാശം തൻ്റെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ എന്നാണ് മുൻഗാമികളൊക്കെ എഴുതി ചേർത്ത് വെച്ചത്. അത്തരത്തിലുള്ള അധ്യാപകരായിരുന്നു മുമ്പുണ്ടായിരുന്നത്. നമുക്കറിയാലോ, നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ ചെറുപ്പം മുതൽ കേട്ടുവരുന്നൊരു വാചകമാണ് മാതാ പിതാ ഗുരു ദൈവം. എന്തേ ഇങ്ങനെ ഒരു വാചകം വന്നത്? മാതാവിലൂടെ തുടങ്ങി പിന്നീട് പിതാവിലേക്കും, ആ പിതാവിൽ നിന്ന് ഗുരുവിലേക്കും, ഗുരുവിൽ നിന്ന് ദൈവത്തിലേക്കും സഞ്ചരിക്കുന്ന ഒരു പാത. അതായത് നമുക്ക് പിച്ച വെക്കുന്നത് മുതൽ നാം മാതാവിൽ നിന്ന് നന്മയുടെ കണങ്ങൾ പിടിച്ചെടുത്തു തുടങ്ങി കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ പിതാവിൻ്റെ കൈകളിൽ തൂങ്ങിയാവാം നമ്മുടെ എല്ലാ കാര്യങ്ങളും. അതിനുശേഷം അത്യാവശ്യം 4-5 വയസ്സാകുമ്പോഴേക്കും നാം മദ്രസയിലേക്കും സ്കൂളിലേക്കുമൊക്കെ പോയി അവിടെയുള്ള അധ്യാപകർ നമുക്ക് പകർന്നു നൽകുന്ന അധ്യാപനം, വിദ്യ, ആ നന്മ കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഏറി വന്ന് ആ നന്മയിലൂടെ നാം ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു വാചകത്തിൻ്റെ കൺസെപ്റ്റ്. അങ്ങനെയായിരുന്നു മുൻഗാമികളായിരുന്ന ആളുകളും അധ്യാപകരുമൊക്കെ. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പരിശുദ്ധമായിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? മഹാനായിരിക്കുന്ന അബൂ ഉമാമ റളിയല്ലാഹു, ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നത് ഒരു വലിയ ഹദീസാണ്. അതിൻ്റെ അവസാന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: വലാകിന്നനി ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ. ഞാൻ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ശാന്തരൂപനായ ഒരു അധ്യാപകനായിട്ടാണ്. മുഅല്ലിമൻ, ഒരു അധ്യാപകനായിട്ടാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണ് നമുക്കെല്ലാമുള്ള അധ്യാപനത്തിൻ്റെ ആദ്യത്തെ മാതൃക. പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവ്, ഇപ്പോൾ കഴിഞ്ഞ 2-ാം തീയതിയാണ് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം കഴിഞ്ഞത്. ആ രാഷ്ട്രപിതാവ് എന്താണ് അധ്യാപകനെക്കുറിച്ച് പറഞ്ഞത്? തൻ്റെ മുന്നിലെത്തുന്നവരുമായി താദാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകൻ. പല രൂപത്തിലുള്ള, പല വീട്ടിൽ നിന്ന് വരുന്ന പല സ്വഭാവത്തിലുള്ള കുട്ടികൾ, അവരിൽ ഓരോരുത്തരുമായി താദാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നവനാണ് അധ്യാപകൻ. അതായത് അവനു മാത്രമേ അധ്യാപകനാകാൻ കഴിയൂ. മഹാനായ ശ്രീനാരായണ ഗുരു പറയുന്നത് എന്താ?
ശ്രോതിയൻ, അതായത് ശ്രുതി രഹസ്യം അറിയുന്ന ആള്. അവ്യജിനൻ, അങ്ങനെ പറഞ്ഞാൽ പാപരഹിതം, പാപങ്ങൾ ചെയ്യാത്ത ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ അഗാമഹതൻ, കാമരഹിതൻ. സ്വന്തം മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയായാലും വിദ്യാർത്ഥിനിയായാലും അവരുടെ സൗന്ദര്യമോ അവരോടുള്ള മറ്റു ചിന്തകളോ മനസ്സിൽ വരാത്ത അത്രയും സംശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം അധ്യാപകൻ എന്നാ പറഞ്ഞത്. അധ്യാപകനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അധ്യാപകം ഒരു വസന്തമാണ്, ഒരു പൂക്കാലമാണ്. അതിൽ നിന്നും, ആ പൂക്കളിൽ നിന്നും തേൻ നുകരാൻ എത്തുന്നവരാണ് വിദ്യാർത്ഥികൾ. അപ്പോൾ അതിൽ ശുദ്ധമായ തേന് വിദ്യാർത്ഥികൾക്ക് നൽകുന്നവനാണ് യഥാർത്ഥ അധ്യാപകൻ. പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ജിബ്രാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉമ്മരപ്പടിയിലേക്ക് നിങ്ങളെ നയിച്ച് കൊണ്ടുപോകുന്ന ആളാണ് യഥാർത്ഥ അധ്യാപകൻ എന്ന. ഈ പറഞ്ഞതൊക്കെ അധ്യാപകരുടെ ക്രെഡിറ്റുകളാ. ഇങ്ങനെയുള്ളവരായിരിക്കണം അധ്യാപകൻ എന്ന. ഒരു അധ്യാപകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ വിദ്യാർത്ഥികളോടും തുല്യമായി പെരുമാറാൻ അവന് കഴിയണം. എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയണം. മഹാനായിരിക്കുന്ന താബിഈയായിരിക്കുന്ന പണ്ഡിതൻ മുജാഹിദ് ബിൻ ജബർ എന്നവർ പറയുന്നത് കേൾക്കാം. അൽ മുഅല്ലിമു ഇദാലം യഅദിൽ ബൈന സ്വിബിയാനി കുതിബ ലഹു മിനൽ ദലമതി. ഒരു മുഅല്ലിം, ഒരു അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളോടും ഒരുപോലെ പെരുമാറിയിട്ടില്ലെങ്കിൽ, അതായത് വിദ്യാർത്ഥികളെ പല രൂപത്തിലും പല കണ്ണുകൊണ്ടും, ഒരാൾക്ക് കൂടുതൽ പരിഗണന, മറ്റൊരാളെ തീരെ പരിഗണിക്കുന്നില്ല, അങ്ങനെയാവരുത്. എല്ലാവരും തൻ്റെ മക്കളാണ് എന്ന രൂപത്തിൽ. കാരണം ഇവിടെ ഉപയോഗിച്ചൊരു പദം കണ്ടോ, ബൈന സ്വിബിയാനി, ബൈന തുല്ലാബി എന്ന് പറഞ്ഞില്ല, വിദ്യാർത്ഥികൾ എന്ന പദം ഉപയോഗിക്കാതെ കുട്ടികൾക്കിടയിൽ. അതുതന്നെ ഒരു സ്നേഹത്തിൻ്റെ പദമാണല്ലോ. കുട്ടികൾക്കിടയിൽ വേർതിരിവ് കാണിച്ചാൽ ആ അധ്യാപകൻ അക്രമിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തുല്യത പുലർത്താൻ അധ്യാപകർക്ക് സാധിക്കണം. ഇനി ഈ പറയപ്പെട്ട രൂപത്തിലൊക്കെ അധ്യാപനം നടത്തിയാൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ അധ്യാപകൻ്റെ ഗുണങ്ങളും ആ രൂപത്തിലൊക്കെ അധ്യാപകൻ നടത്തിയാൽ അവനുള്ള ഗുണം എന്താണ്? അത് വളരെ വലുതാണ്. മഹാനായിരിക്കുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർളീൻ ഹത്തൻ നംലതി ഫീ ജുഹ്രിഹാ വ ഹത്തൽ ഹൂതി ഫിൽ ബഹരി ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ അൽ ഖൈറ. ആകാശവും ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹുവും എല്ലാ മലക്കുകളും എത്രത്തോളം മാളത്തിലുള്ള ഉറുമ്പും സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസി അൽ ഖൈറ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുടെ മേലിൽ നന്മ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് നന്മയുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്രമേൽ ശ്രേഷ്ഠരാണ് അധ്യാപകർ, അത്രമേൽ പുണ്യം അർഹിക്കുന്നവരാണ് അധ്യാപകർ. പക്ഷേ ഈ പുണ്യമൊക്കെ അർഹതപ്പെട്ടവരാകണമെങ്കിൽ ഞാൻ മുകളിൽ സൂചിപ്പിച്ച ആ ഗുണങ്ങളുള്ള അധ്യാപകരാകണം. അല്ലെങ്കിൽ നാം ഇന്നത്തെ സാഹചര്യം ഒന്ന് പെട്ടെന്ന് വിലയിരുത്താം. ഇന്നത്തെ അധ്യാപക സമൂഹം എങ്ങനെയാണുള്ളത്? ഒരു വിഭാഗം ആളുകൾ എൻ്റെ ഡ്യൂട്ടി മാത്രം, ഇത് എൻ്റെ ഒരു ജോലിയാണ് എന്ന രൂപത്തിൽ കൃത്യസമയത്ത് വരികയും പോകുകയും ചെയ്യുന്ന ആളുകൾ. മറ്റു ചില അധ്യാപകർ അധ്യാപക വൃത്തി പോലും വിദ്വേഷ പ്രചരണങ്ങൾക്കും വർഗീയതക്കും അതിനുമുള്ള അത് പരത്താനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തുന്നവർ. മറ്റു ചില അധ്യാപകർ അതിലും വളരെ മോശം, സ്വന്തം രതി വൈകൃതങ്ങൾ, അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന സ്വന്തം വിദ്യാർത്ഥികളെ വളരെ മോശരൂപത്തിൽ കാണുകയും അവരോട് വളരെ മോശമായി പെരുമാറുകയും ചെയ്യുന്ന അധ്യാപകർ. ഇവരൊന്നും യഥാർത്ഥത്തിൽ അധ്യാപകരല്ല. ഇവരെയൊന്നും ഗുരു എന്ന പേരിട്ട് വിളിക്കാൻ പാടില്ല. മുമ്പ് നാം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടല്ലോ, UP-യിൽ ഒരു അധ്യാപിക മതത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ വേർതിരിച്ചു അടിക്കാൻ പറയുന്നത്. എന്നാൽ അതേ ഒരു മറുവശം അതിനുണ്ട്. ഒരു അമുസ്ലിമായിരിക്കുന്ന അധ്യാപക ഒരു മുസ്ലിം കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അവിടെ ഒരു മഹിതമായ സ്നേഹത്തിൻ്റെ, ഒരു സന്മനസ്സിൻ്റെ, ഒരു നന്മയുടെ അധ്യാപക ചിത്രമാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. ഇന്നിൻ്റെ സമൂഹം രണ്ട് രൂപത്തിലാണുള്ളത്. ഒരു വിഭാഗം നന്മയിലേക്കും തിന്മയിലേക്കുമില്ലാതെ സ്വന്തം ജോലി എന്നു കരുതി നടക്കുന്നവർ. മറ്റു ഒരു വിഭാഗം രണ്ടു തരത്തിൽ,
സ്വന്തം വിദ്വേഷം പ്രചരിപ്പിക്കാനും സ്വന്തം ലൈംഗിക കാര്യങ്ങൾക്കും വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നവർ നേരെ ഓപ്പോസിറ്റായി നന്മയുടെ വഴി മാത്രം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന അധ്യാപകർ. അതാണ് യഥാർത്ഥ അധ്യാപനം.